കാനഡയിൽ നിന്നൊരു വാർത്ത വരുന്നു. കാനഡയിലെ സ്കൂളിൽ വെടിവയ്പ്, അക്രമിയടക്കം 8 പേർ കൊല്ലപ്പെട്ടു, 25 പേർക്ക് പരിക്കുപറ്റിയെന്നാണ് അറിയുന്നത്. ഷമ സദാനന്ദനുണ്ട്. ഷമ, വീണ്ടും അമേരിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് സ്കൂൾ വെടിവയ്പ്പിന്റെ വാർത്ത വരികയാണ്. എന്താണ് സംഭവം? എപ്പോഴാണ് സംഭവം? അരുൺകുമാർ, ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 175ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഇവിടെയാണ് ഒരു വെടിവെപ്പ് ഉണ്ടായത്. എന്താണ് വെടിവെപ്പിന് കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ 8 പേർ മരിച്ചു. അതിൽ ഒരാൾ അക്രമിയാണ്. 8 പേർ മരിച്ചിട്ടുണ്ട്, 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ അക്രമിയെയും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചതാണോ അതോ ഒരു അക്രമി കൂടി ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വലിയ തെരച്ചിൽ നടക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശങ്ങളിലോ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിൽ തന്നെ തുടരണമെന്നാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വലിയൊരു തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ഈ ആക്രമണത്തിന്റെ കാരണം എന്താണ് എന്ന കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും അവിടെ വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അക്രമിക്കായി തിരച്ചിലും തുടരുകയാണ്. നിലവിൽ 8 പേരാണ് മരിച്ചിട്ടുള്ളത്. അരുൺകുമാർ, എന്തായാലും അത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. സ്കൂളിലാണ് ഈ അതിക്രമം നടന്നത്. 25 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 8 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുട്ടികളുടെ ഇടയിലേക്ക് ഈ അമേരിക്കൻ കോണ്ടിനെന്റിൽ ഇത് നടന്നിരിക്കുന്നത് കാനഡയിലാണ്. അവിടെയൊക്കെ ഈ ഗൺ ലൈസൻസ് വളരെ ഫ്രീ ആക്കി ഇതിൻ്റെ ദുരന്തഫലം ഒരു കാലത്ത് അവിടെ അനുഭവിച്ചു വന്നതാണ്. അവിടെ ഈ തോക്കിൻ്റെ ഉടമകൾക്കും തോക്ക് നിർമ്മാണ കമ്പനികൾക്കുമെല്ലാം വലിയ സ്വാധീനമുള്ളൊരു നാടാണ്. ലോബിയിങ് വഴി അവർ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൽ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതങ്ങ് ഫ്രീ ആക്കി മാറ്റി. അതാണ് സംഭവം. ഇപ്പോൾ തോക്കിനേക്കാൾ വലിയ സംഭവമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, അല്ലേ?